BB ടാസ്ക് ലൈവിൽ ആരംഭിച്ചു കഴിഞ്ഞു. BB ഹോട്ടലിൽ വർക്ക് ചെയ്യുന്നവരെ ബിഗ് ബോസ് തന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ആദില ഉടമസ്ഥയുടെ മകളാണ്, ഹോട്ടൽ ഉടമസ്ഥയുടെ മകളാണ്, അച്ഛൻ്റെ സ്വത്ത് ദൂർത്തടിക്കുന്ന മകളാണ്. മാത്രമല്ല വളരെ അഹങ്കാരിയായിട്ടുള്ള, അവിടുത്തെ ജീവനക്കാരെയൊന്നും ഒരു മമതയും ഇല്ലാതെ പെരുമാറുന്ന ഒരു ആളാണ് ആദില. മാത്രമല്ല ആദിലയ്ക്ക് ഒരു വളരെ അമൂല്യമായ ഒരു വസ്തു വൈകുന്നേരത്തിനുള്ളിൽ ആദിലയുടെ കൈകളിൽ എത്തിച്ചേരും എന്ന് ബിഗ് ബോസ് അറിയിച്ചിട്ടുണ്ട്. അത് കൈകളിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ ആദിലയ്ക്ക് വളരെയധികം ഒരു സൂപ്പർ പവർ കിട്ടും. GMൻ്റെ ഡിസിഷൻ വരെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ പവറാണ് അത്. ഇനി ആര്യൻ ആദിലയുടെ സുഹൃത്താണ്. ആദിലയുടെ സ്വത്ത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ആര്യൻ ആദിലയുടെ പിന്നാലെ നടക്കുന്നത്. മാത്രമല്ല ആര്യൻ്റെ ഒരു ഗിറ്റാറിസ്റ്റ് കൂടിയാണ്. അടുത്തത് ലക്ഷ്മിയാണ്. ലക്ഷ്മി ജനറൽ മാനേജറാണ്. വളരെ കർക്കശക്കാരിയായിട്ടുള്ള ഒരു ജനറൽ മാനേജറാണ് ലക്ഷ്മി. മാത്രമല്ല അവിടെ എന്തൊക്കെ തന്നെ സംഭവിച്ചാലും അപ്പോൾ തന്നെ ഹോട്ടൽ ഉടമസ്ഥയെ വിളിച്ച് പറയുന്ന ആളാണ് ലക്ഷ്മി. അടുത്തത് അനുമോളാണ്. അനുമോൾ അവിടുത്തെ മാനേജറാണ്. അക്ബറും റെനയും അസിസ്റ്റൻറ്റ് മാനേജർമാരാണ്. അടുത്തത് നെവിനാണ്. നെവിൻ ചീഫ് മെഡിക്കൽ ഓഫീസറാണ്. പിന്നെ ഹെഡ് ഷെഫായിട്ട് ബിന്നിയുണ്ട്. അസിസ്റ്റൻറ്റ് ഷെഫുമാരായിട്ട് ഒനീലും ജിഷിനുമാണ് ഉള്ളത്. ബിന്നി ചൈനയിൽ പോയി പഠിച്ച വിവിധ തരം ഭാഷയൊക്കെ അറിയാവുന്ന ഒരു ഹെഡ് ഷെഫാണ്. പക്ഷേ ഹെഡ് ഷെഫ് കുക്ക് ചെയ്യത്തില്ല. എന്തെങ്കിലും കുക്ക് ചെയ്യാനുണ്ടെങ്കിൽ ഒനീലിനെ കൊണ്ട് ജിഷിനെ കൊണ്ടുമായിരിക്കും ബിന്നി കുക്ക് ചെയ്യിപ്പിക്കുന്നത്. അടുത്തത് ജിസേലാണ്. ജിസേൽ സെക്യൂരിറ്റിയാണ്. ജിസേലിൻ്റെ ഒരു വിളിപ്പേരുണ്ട്, AK-47 എന്നാണ് ജിസേലിനെ എല്ലാവരും വിളിക്കുന്നത്. റഷ്യയിൽ പോയി പരിശീലനം നടത്തി വന്ന ആളാണ് ജിസേൽ. ഷാനവാസും അനീഷും റൂം അറ്റൻഡൻറ്റും അതുപോലെ തന്നെ ഹൗസ് കീപ്പിങ്ങും ചെയ്യേണ്ട ആൾക്കാരാണ്. സാബുമാൻ ഒരു മാജിക്കൽ പ്രതിമയാണ്. സാബുമാൻ്റെ കയ്യിലൊരു വടിയുണ്ട്, അതിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. സാബുമാൻ്റെ അടുത്ത് എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് നടക്കുമെന്നുണ്ടെങ്കിൽ ആ ഒരു വടി ഇപ്പുറത്തെ കയ്യിലേക്ക് മാറ്റണം, ഇല്ലെങ്കിൽ മാറ്റേണ്ട ആവശ്യമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ സാബുമാന് ഭക്ഷണം കഴിക്കാൻ വെറും 5 മിനിറ്റ് സമയമുള്ളൂ. 5 മിനിറ്റിൽ കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ സാബുമാൻ്റെ മാജിക്കൽ പവർ പോകുമെന്നും പറഞ്ഞിട്ടുണ്ട്. നൂറയും അഭിലാഷും ടോയ്ലറ്റ് ക്ലീനേഴ്സാണ്, ജാനിറ്റേഴ്സാണ്. അവിടുത്തെ ഗസ്റ്റുമാരെപ്പോൾ പറഞ്ഞാലും അവിടുത്തെ ടോയ്ലറ്റ് വന്ന് ക്ലീൻ ചെയ്ത് പോകേണ്ട ആളാണ് നൂറയും അഭിലാഷും. എന്തായാലും ടാസ്കിലെ ഓരോരുത്തരുടെയും ജോലികളൊക്കെ ഇതാണ്. ഗസ്റ്റ് വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതൊക്കെ കാണുന്നതിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.